ആറ്റുകാലിൽ ഒരു 27 വയസ്സുകാരി ഭർതൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഏകദേശം 2 വർഷത്തോളമായി അതുലിൻ്റെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 6 മാസത്തോളമായി ഈ ആറ്റുകാലിലെ ഈ വീട്ടിലാണ് ഇരുവരും താമസിച്ചു വരുന്നത്. നിരന്തരമായി ഇത്തരത്തിൽ ഭർത്താവ് ആരതിയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും ഈ 50 പവനോളം സ്വർണം കൊടുത്താണ് 2 വർഷം മുമ്പ് ആരതിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത്. അതിനുശേഷം ഈ സ്വർണം നിരന്തരമായി അതുൽ പണയം വയ്ക്കുന്നതിനും മറ്റുമായി ചോദിച്ചിരുന്നു. പിന്നീട് ഈ സ്വർണം നൽകാതെ വന്നതോടെ മർദ്ദനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ നിലവിൽ നൽകുന്ന പരാതി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകുന്നേരത്തോടെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നു. അതുൽ ആരതിയെ മർദ്ദിക്കുന്നു. അതിനുശേഷം ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ആരതി ഈ വീട്ടിലെ മുറിയിലേക്ക് കയറി പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വൈകുന്നേരത്തോടെ തന്നെ മരണം സംഭവിച്ചിരുന്നു. പക്ഷേ അതുൽ ഇത് അയൽക്കാരെയോ അതുപോലെ തന്നെ മറ്റുള്ളവരെയോ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. അതിനുശേഷം അതുലിൻ്റെ സുഹൃത്തുക്കൾ എത്തുകയും പിന്നീട് വാർഡ് കൗൺസിലർ ഉൾപ്പെടെ എത്തിയാണ് ഈ മാതാപിതാക്കളെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. ആരതിയുടെ പിതാവ് പുറത്ത് പ്രവാസിയാണ്. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. നിലവിൽ ഏതായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം ഈ 2 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എങ്കിലും അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടാകുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ ആക്രമണം അല്ലെങ്കിൽ ഈ മർദ്ദനമൊക്കെ തന്നെ ആരംഭിച്ച സമയം മുതലുള്ള വിഷയങ്ങൾ ഈ ആരതിയുടെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിർണായകമായ ചില വിവരങ്ങൾ ആ ഡയറിയിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അവർ ഇന്നലെ അവനെ പറഞ്ഞു വിട്ടു. ഇത്രയും ക്രിമിനൽ ഒരു കുറ്റം ചെയ്തവനെ പിന്നീട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അവൻ ഇന്നലെ വീട്ടിലായിരുന്നു. അവൻ പരവന്നൂർ ഉണ്ട്. അത് പോലീസ് എടുത്തിട്ടുണ്ട്. ഡയറി എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളില്ലായിരുന്നു. പോലീസ് അകത്ത് കയറി പരിശോധിച്ചപ്പോഴത്തേക്ക് അത് കമ്മീഷണറാണ് എടുത്തത്. കമ്മീഷണർ പറയുന്നത് ചെയ്ത് അവനത് സോൾവ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. അവളെ ചേച്ചിയെ വിളിച്ചു വരുത്തി, ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനിത് കാണുകയും ചെയ്യുന്നുണ്ട്. ഇവർ വന്ന് സന്തോഷമായിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. ഈ അതുലും പോലീസും മാത്രമാണ് ഈ ഡയറി കണ്ടെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഈ മാതാവിന് ഇതിനെപ്പറ്റി നേരത്തെ തന്നെ ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആരതി ഫോണിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരതിയുടെ വലിയച്ഛൻ അറിയിച്ചിട്ടുള്ളത്. ഇതിന് ശേഷം ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുന്ന പോലെ മകളെ ഒരു കുടുംബജീവിതത്തിൽ നിന്നും വരണ്ടല്ലോ എന്ന് കരുതി അത് മറച്ചു വെച്ചു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. മാതാവിന് ഇതിനെപ്പറ്റി നേരത്തെ വിവരമുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അയൽക്കാർക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. അതിലും ആരതിയും അയൽക്കാരുമായി അധികം ബന്ധം പുലർത്താത്ത ആളുകളായിരുന്നു. ഇന്ന് രാവിലെയോടെ ഇത്തരത്തിൽ പോലീസ് ഇവിടെ എത്തുമ്പോഴാണ് അയൽക്കാരുൾപ്പെടെ വിവരം അറിയുന്നത്. കാരണം അവർ രാവിലെ പോയി ഇതേപോലെ കതകടഞ്ഞിരിക്കും. രാത്രിയിൽ പിന്നെ എപ്പോഴാണ് അവർ രാത്രിക്ക് എപ്പോഴോ വരും. ചിലപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തുറന്ന് കിടക്കണതാണ്. നമ്മളായിട്ട് അങ്ങോട്ട് ഇതില്ല, അങ്ങ് പോകും. പിന്നെ അവിടെ ആൾക്കാരൊക്കെ നിൽക്കണതാണ്. അപ്പം പിന്നെ ഒരു വീടാകുമ്പോൾ ഫ്രണ്ട്സുകളും ആരെയൊക്കെ വരില്ലേ. പിന്നെ ഒരു ബഹളോ ആ കുട്ടി ഒന്നും വെളിയിൽ പുറത്ത് പറയില്ല. കുട്ടി ആരോടും സംസാരിക്കണമില്ല, ബന്ധമൊന്നുമില്ല. ആ കുട്ടിയെ രാവിലെ കൊണ്ടുപോയി എവിടെയെങ്കിലും പോകണമെങ്കിലോ നടക്കാൻ പോകണമെങ്കിലോ ഒരു ജസ്റ്റ് മീൻ വാങ്ങാതായി ഇവിടെ വണ്ടി വരും. അപ്പോഴും ആ പയ്യനും കൂടെ കാണും, ആ കുട്ടിയുടെ കൂടെ. സംഭവം അറിയുന്നത് ഞങ്ങൾ പോലീസ് വന്നതിന് ശേഷം ഇന്നലെ രാത്രി 7:30 ശേഷമാണ് ഞങ്ങളിവിടെ അറിയണം. പോലീസും വന്ന് ചവിട്ടി തുറന്ന് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അറിയണം. ഈ പയ്യ ഇവിടെ വന്ന് കൊട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ അയലോക്കക്കാരെ വിളിച്ചാൽ പോവുമായിരുന്നു. ആരും വിളിച്ചില്ല, പയ്യെ വിളിച്ചേ ഇല്ല. പയ്യനെ കുറിച്ച് പയ്യൻ ആരും നമ്മളോട് ഒന്നും മിണ്ടുന്നില്ല, മുഖത്ത് നോക്കില്ല. അല്ലെങ്കിൽ ഈ പാസ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ അയലോക്കമാണെന്ന് പറഞ്ഞിട്ട് 7 മാസത്തിന് ഒരിക്കൽ ആ കുട്ടി മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഈ പെൺകുട്ടി ഇങ്ങനെ ചിരിക്കുക, അത്രയേ ഉള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. ആ ബുധനാഴ്ചയാണ് അത് എൻ്റെ കൂടെ ഇത്രയും സംസാരിച്ചത്. PSC ക്ലാസ്സിന് പോണ് ആൻറ്റി, ഇന്ന് ഞാൻ പോയില്ല എന്ന് ഇത്രയും പറഞ്ഞ്. ഞാൻ വിചാരിച്ചു മോള് ജോലിക്ക് പോയില്ലേ എന്ന് കേട്ട്. ഇല്ല ആൻറ്റി, ഞാൻ പഠിക്കുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. പാടുകളൊന്നും ഞാൻ അപ്പോഴേ ഒരു വിഷമം പോലെ തോന്നി കുട്ടിയുടെ മുഖത്ത്. പക്ഷെ നമുക്കറിയില്ലല്ലോ. അല്ല ബഹളം കേട്ടിരുന്നെങ്കിൽ മോളെ എന്താണ് നിനക്ക് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചേനെ. ഞങ്ങളെങ്കിലും ഇടപെട്ട് ഈ കുട്ടിയെ വീട്ടിലെങ്കിലും എത്തിച്ചേനെ. പക്ഷെ ഇവിടുത്തെ അയൽവക്കക്കാർ ആരും ഇവിടെ അറിയിച്ചില്ല പയ്യെ. അപ്പം എന്തെങ്കിലും ഇതിലെന്തെങ്കിലും കാണാതിരിക്കുമോ? ഈ ഒരു 7 മാസമൊക്കെ താമസിച്ചിരുന്ന ഒരു അയൽവക്കത്തായിട്ട് ഈ പോകുമ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് ചിരിക്കുക എടുക്കുക ഇല്ല, അത്രയൊന്നുമില്ല. അതിനെക്കുറിച്ച് ഇപ്പം അന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു കുട്ടി, അത് കണ്ട് സംസാരിച്ചില്ലെങ്കിലും നല്ലൊരു
അതും ഒരു അമ്മ പെറ്റ കൊച്ചല്ലേ. ഇങ്ങനെയുള്ളതിനൊക്കെ എന്താണെന്ന് നോക്കി ഇതിനൊക്കെ നടപടി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇത്തരത്തിലൊരു വിവരം ഈ മർദ്ദനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെങ്കിലും തടയുമായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. PSCക്ക് പഠിക്കുകയാണ് ആരതി. നിലവിൽ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ കടക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. പോലീസിൽ വീട്ടുകാരുൾപ്പെടെ മാതാവും അതുപോലെ തന്നെ ഈ ആരതിയുടെ വീട്ടുകാരുൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കടുത്ത നടപടികൾ വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും ആവശ്യം.